സ്ക്രിപ്റ്റ് എല്ലാം പക്കേരിയാണ്. ഇന്ന് എനിക്ക് ഇത്തിരി എക്സൈറ്റ്മെന്റും ത്രില്ലും ഒക്കെ കൂടുതലല്ലേ. മതിലൊക്കെ വിചാരിക്കും എന്താണ് നമ്മുടെ പ്ലാൻ? ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് എനിക്ക് ഇത്തിരി എക്സൈറ്റ്മെന്റും ത്രില്ലും ഒക്കെ കൂടുതലല്ലേ ഇൻട്രോ പറയാൻ വേണ്ടിട്ട്. കാരണം വേറൊന്നും അല്ല കേട്ടോ, ഇന്ന് ഞങ്ങൾ അമ്മൂനെ സർപ്രൈസ് ചെയ്യാൻ വേണ്ടി പോകുവാണ്. അമ്മൂന്റെ ഭയങ്കര വലിയൊരു ആഗ്രഹമായിട്ട് നടക്കാൻ വേണ്ടി പോണേ. അമ്മൂനൊരു വണ്ടി എന്നുള്ളത് അവളുടെ സ്വപ്നമാണ്. കുറെ നാളായിട്ട് എന്റെ വെസ്പ ഓടിച്ചു നോക്കും, അതുപോലെ പല പല വണ്ടികൾ ഓടിച്ചു നോക്കും. അപ്പൊ ഞങ്ങൾ കുറച്ച് നാളായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട് അമ്മൂന് വണ്ടി എടുത്ത് കൊടുക്കണം എന്നുള്ളത്. 26-ാം തീയതി അമ്മൂന്റെ ബർത്ത്ഡേ ആട്ടോ. പക്ഷെ ഇന്ന് 23-ാം തീയതിയാണ്. നല്ല സമയമൊക്കെ നോക്കി നമ്മൾ ഇന്നാണ് വണ്ടി കൊടുക്കണേ. പിന്നെ 26-ാം തീയതി കൊടുത്ത് അത്ര വലിയ ഗുമ്മ ഫീൽ ചെയ്യില്ലല്ലോ, പ്രതീക്ഷിക്കും എന്തെങ്കിലുമൊക്കെ തരൂ എന്നുള്ളത്. അപ്പൊ അതുകൊണ്ടിട്ട് നമ്മൾ ഇന്നേ വണ്ടി കൊടുക്കാൻ വേണ്ടി പോകുവാണ്. എനിക്ക് ഭയങ്കര അമ്മൂന്റെ റിയാക്ഷനും കാര്യങ്ങളൊക്കെ കാണാനായിട്ട് ഭയങ്കര കൊതിയായിട്ടോ. എക്സൈറ്റ്മെന്റും ഉണ്ട് നല്ല രീതിയിൽ. അതുപോലെ തന്നെ റിയാക്ഷനൊക്കെ എങ്ങനെ ഉണ്ടാകും, ഒരു ആള് ശരിക്കും ഹാപ്പി ആവുന്ന എനിക്ക് 100% ഉറപ്പാട്ടോ. അപ്പൊ നമുക്ക് ഇപ്പൊ പോണ വഴിക്ക് അബീനെ പിക്ക് ചെയ്യണം. അതുപോലെ തന്നെ നമുക്ക് അനന്തു എന്റെ വീട്ടിലേക്ക് വരും. വീട്ടിലേക്ക് ചെന്നിട്ട് ഞങ്ങൾ 3 പേരും കൂടി ഷോറൂമിലേക്ക് ചെല്ലും. അങ്ങനത്തെ കുറച്ച് പ്ലാൻസ് ഒക്കെയാണ്, ഞാൻ പറയാട്ടോ എന്താന്നുള്ളത്. അപ്പൊ നമുക്ക് തുടങ്ങിയാലോ തങ്കം. സോ ഗൈസ്, ലെറ്റ്സ് ജംപ് ഇൻടു ദ വീഡിയോ. ഹലോ, ഞാൻ തുറക്കാണ്ട് നീ കേറൂലടാ. വാ കേറുവാ. തുറന്നടാ, തുറന്നില്ലേ? തുറന്ന്. അബി ഹലോ. എടാ സർപ്രൈസ് ആവോടാ അവള്? ആണല്ലേ? മനസ്സിലാവോ? അപ്പൊ ഇന്ന് കൊണ്ടുപോകുമ്പോ കണ്ണുകെട്ടി അങ്ങനെ എന്തെങ്കിലും പ്ലാൻ ചെയ്യണോ? അല്ലെ, നമ്മളും പ്ലാൻ ചെയ്തിട്ടില്ല. അങ്ങനെ കൊണ്ടുപോവാല്ലേ? സർപ്രൈസ് ആവൂല്ലേ? ആ അപ്പൊ പൊളിക്കും നമ്മളന്ന്. അയ്യേ, എന്റെ കെട്ടിയോൻ ദേ ഇവിടെ കൂടി ഇപ്പൊ പാസ് ചെയ്യൂട്ടോ. ഞാൻ കണ്ടായിരുന്നു അവിടെ കിടന്ന് തപ്പി കളിക്കുന്നുണ്ട് വണ്ടിയും കൊണ്ട്. കണ്ടാ നിക്കണോണ്ടാ? സൂം ചെയ്താണോ? XUV എന്തോന്റെ വൈറ്റ് വണ്ടിയുടെ പുറകില് കണ്ട. അയ്യോ, അടച്ചു കളഞ്ഞ എന്തോന. എന്റെ കെട്ടിയോനെ ഷർട്ട് ഓൾട്ടർ ചെയ്യാനും അതും ഇതിനൊക്കെ ആയിട്ട് പോയതാട്ടോ. അപ്പൊ എന്നോട് വിളിച്ച് ചോദിച്ചേക്കണം, നീ എവിടെ എത്തി? അപ്പൊ ഞാൻ പറയാം മാടവനെത്തി. ആ, ഞാനും മാടവനെ ഉണ്ടെങ്കിൽ ഒരുമിച്ച് പോവാന്ന്. എന്നിട്ട് വെയിറ്റ് ചെയ്തൊക്കെ നിൽക്കണം. മുത്താണ് എന്റെ കെട്ടിയോൻ. എന്താണ് കെട്ടിയോനെ കയ്യും കണ്ണും കലാശവും കാണിക്കണ ജംഗ്ഷനിൽ നിന്നോണ്ട്? അനന്തുവേ സർപ്രൈസ് ചെയ്യാൻ പോവാലോ അമ്മൂന? ഓ, ഞെട്ടു അനന്തു? നമ്മള് ഞെട്ടിക്കണം അല്ലേ? എനിക്കിത് കരയണ കാണണോടാ അവള്. ആണല്ലേ? കരയോ അനന്തു? അതെ, പാളരുത്. ഓക്കെ, പ്ലാൻ എന്താ ഞാനിപ്പോ പറഞ്ഞുതരാട്ടോ. ഞങ്ങൾ അങ്ങനെ വീട്ടിലെത്തിട്ടോ. ഇനി ഇപ്പൊ ഇല്ലേ, ഞങ്ങള് കേക്കും മേടിച്ച് നേരെ ഷോറൂമിൽ പോവാണ്. ഷോറൂമിൽ പോയിട്ട് വേണം ഓരോ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിട്ട്. ഇതിനിടയ്ക്ക് ഞങ്ങളുടെ പ്ലാൻ എന്താണ് നമ്മുടെ പ്ലാൻ? ആനന്ദ് പറ. നമുക്ക് അവര് കണ്ണഞ്ചന്റെ അവിടെ നിന്ന് ഇറങ്ങുമ്പോ വിളിക്കാന്ന് പറഞ്ഞു. അപ്പൊ നമ്മള് അവിടെ എത്തുമ്പോ ഞാൻ വിളിച്ചിട്ട് ഞാൻ പറയും, ചേട്ടാ എന്റെ ഷോപ്പില് ഒരു പയ്യന്റെ വണ്ടി അവിടെ വെച്ചിട്ടുണ്ട്, ഈ ഷോറൂമില് സർവീസ് കഴിഞ്ഞിരിക്കണം, ഒന്ന് താക്കോലൊന്ന് മേടിച്ചു വെക്കാവോ? കാരണം ഞാനിവിടെ ഇല്ല, ചെറിയൊരു ഡബിങ് പരിപാടിയിലാണ്. അപ്പൊ വെക്കൊന്ന് മേടിച്ചു വെക്കാവോ? അങ്ങനെയാണ് ഞാൻ വീട്ടിൽ വന്ന് മേടിച്ചേക്കാന്ന് പറയും. ഓക്കെ, അങ്ങനെ അത്രയും പറഞ്ഞ് അമ്മൂനെയും കൊണ്ട് ഷോറൂമിലേക്ക് വരും. ആ സമയത്ത് നമ്മുടെ ഷോറൂമിൽ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും അല്ലേ? അത് കഴിഞ്ഞ് നമ്മുടെ പ്ലാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ആ താക്കോല് കൊടുക്കണതിന് പകരം അമ്മൂന്റെ താക്കോല് കൊടുക്കണം എന്നാണ് പ്ലാൻ. പക്ഷെ അത് എത്രത്തോളം വർക്കാവെന്ന് അറിയില്ല. എന്നാലും നമുക്കില്ല, ഷോറൂമിൽ എത്തിക്കുക എന്നുള്ളതാണ് മെയിൻ പരിപാടി. അതെ, ഭയങ്കര സർപ്രൈസ് ആവുമായിരിക്കും കേട്ടോ. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര എക്സൈറ്റഡ് ആയി എന്നുള്ളതാണ്. എന്തായിരിക്കും റിയാക്ഷൻ എന്നറിയാൻ വേണ്ടിട്ട്. കരയോ അല്ലേ? കരഞ്ഞില്ലെങ്കിൽ കൂടി സന്തോഷം കിട്ടിയാൽ മതി. കുറെ നാളെ ഞങ്ങളൊക്കെ ശല്യപ്പെടുത്തണം കേട്ടോ, വണ്ടി എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഓർത്ത് എന്തായാലും അവർക്ക് സമയമായി വണ്ടി മേടിക്കാനായിട്ട്. അപ്പൊ നമുക്ക് പോയാലോ?
കേക്കും മേടിച്ച് നമുക്ക് നമുക്കില്ലേ കേക്കും കൂടി മേടിച്ചിട്ട് നമുക്ക് നേരെ ഷോറൂമിലേക്ക് പോകാം. ഹോ, എനിക്ക് എക്സൈറ്റ്മെന്റ് ആണ്. സീരിയസ്ലി എനിക്ക് എക്സൈറ്റ്മെന്റ് ഉണ്ട്. അമ്മുന്റെ കൊറേ നാളത്തെ ആഗ്രഹം ആയതുകൊണ്ട് ടാട്ടാ അവൾക്ക് ശരിക്കും ഞെട്ടിക്കണം, കിടുക്കണം അമ്മൂനെ. എന്തൊരു കുടിയാലോ റോട്ടിലൊക്കെ ആടി പോണിയ. അപ്പൊ കേക്ക് മേടിക്കട്ടെ. അമ്മൂന് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു കേക്ക് നമുക്ക് നോക്കാം ഏതാ ഉള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ കൂടി മേടിച്ചിട്ട് നമുക്ക് ഷോറൂമിലേക്ക് പോകാം. ഇത്രയും കേക്ക്സ് ആട്ടോ ഉള്ളത്. ഇതിൽ അമ്മൂന്റെ ഫേവറേറ്റ് ചോക്ലേറ്റ് ആണ്. എനിക്കറിയാം അവൾക്ക് ചോക്ലേറ്റ് ഫ്ലേവർ കേക്ക്സ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ നമുക്ക് ഈ ചോക്ലേറ്റ് കേക്ക് എടുക്കാം കേട്ടോ. കുറെ വേറെ ഫ്ലേവേഴ്സ് ഉണ്ട്, പക്ഷെ ചോക്ലേറ്റ് എടുക്കാം. കേക്കും മേടിച്ച് നമ്മൾ ഷോറൂമിലെത്തി. സെറ്റ് ചെയ്യാം, നമുക്ക് സെറ്റ് ചെയ്യാം. അനന്ത് വണ്ടി കാണാത്ത രീതിയിൽ പാർക്ക് ചെയ്തിടാം നമുക്ക്, അല്ലെങ്കിൽ മനസ്സിലാവൂലേ. അപ്പൊ അനന്ത് ആ കാര്യം ഡീൽ ചെയ്ത് നമുക്ക് ഇതെല്ലാം കൊണ്ട് സെറ്റ് ചെയ്യാട്ടോ. ഓൾറെഡി ഇവിടെ ബലൂണൊക്കെ വെച്ച് ചെറിയ ഡെക്കറൊക്കെ ചെയ്തിട്ടുണ്ടാവുന്ന പറഞ്ഞ. അപ്പൊ നമുക്ക് ഈ കേക്കും കൂടി കൊണ്ട് സെറ്റ് ചെയ്ത് അമ്മും ചേട്ടനും വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. താഴെയാട്ടോ വണ്ടി ഡെലിവറി ചെയ്യണത്. അപ്പൊ ഞങ്ങൾ ഓർത്തു താഴത്ത് തന്നെ നമുക്ക് വെച്ചിട്ട് അവര് കീ കൊടുക്കാൻ നേരത്ത് നമുക്ക് സർപ്രൈസ് എന്നുള്ള രീതിയിൽ സെറ്റ് ചെയ്യാന്ന് ഓർത്തോട്ടോ. എന്ത് ചേട്ടനെ വിളിച്ച് പ്ലാൻ വർക്കൗട്ട് ആക്കാൻ പോവാട്ടോ. എന്താ പരിപാടി ഇന്ന് നൈറ്റ്? ഞങ്ങളിന്ന് അങ്ങോട്ട് വരാല്ലാന്ന് പറഞ്ഞിരിക്കണായിരുന്നു. അല്ല ഇവിടെ എത്തിയെന്ന് പറഞ്ഞ മരടോ. അന്ന് ഒരു ഉപകാരം ചെയ്യുമെങ്കിൽ അതെ, നമ്മുടെ കടയിലൊരു പയ്യന്റെ സ്കൂട്ടർ ഇവിടെ മറ്റേ സർവീസിന് പറ്റിയാണ് നമ്മുടെ സുസൂക്കിയില്. അവിടെ തന്നെ അവിടെ ഒന്ന് അതിന്റെ താക്കോല് ഞാൻ അവിടെ ചെല്ലുമ്പോൾ എന്നെ വിളിച്ചാൽ മതി. അവിടെ ഒരു താക്കോല് വരുമല്ലോ, ഒന്ന് മേടിച്ചു നോക്കും. കാരണം ഞാൻ എന്നോട് മേടിക്കാനാ പറഞ്ഞത്, ഇത്തിരി തിരക്കിലാണ്. താക്കോലല്ല, സർവീസ് കഴിഞ്ഞിരിക്കണം. അവിടെ ചെന്ന് താക്കോല് മേടിച്ചു വെച്ചാൽ മതി. കുഴപ്പമുണ്ടോ? ഇത് ചെയ്യാവോ? അവിടെ എത്തിയിട്ട് നിങ്ങൾ വിളിച്ചാൽ മതി കേട്ടാങ്ങി. ബില്ല് നടക്കട്ടെ, എല്ലാം സെറ്റാക്കി ഇപ്പൊ എത്തൂട്ട് അമ്മൂൻ ചേട്ടനും ഇവിടെ തൊട്ടടുത്തുണ്ട്. അവര് വരട്ടെ, നമുക്ക് എന്തായാലും സർപ്രൈസ് ചെയ്യാം. ഇതാണ് ട്ടോ അമ്മൂന് സെറ്റ് ചെയ്തേക്കണ കേക്ക്. അപ്പൊ നമ്മള് പ്ലാൻ ചെയ്തേക്കണ ഇവിടെ നിന്ന് കീ കൊടുക്കാം, എന്നിട്ട് താഴത്തോണ്ട് വണ്ടി കാണിക്കാം. അഭി പൊളിക്കുവാണ് നമ്മള്, ഞെട്ടണം അല്ലേ? അതെ. അപ്പൊ നമ്മള് കേക്കൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് ഹാപ്പി മോട്ടറിംഗ് എന്ന് പറയുന്നത് 2 ഉണ്ട, അതുപോലെ 2 കോലും. ഇവിടെ ആട്ടോ നമ്മള് ഡെലിവറി ചെയ്യണ വണ്ടി. ഓൾറെഡി കുറച്ച് ബലൂണൊക്കെ ഇട്ട് അവളുടെ വണ്ടി ഹൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് പൊക്കത്ത് പോയി ഒളിച്ചിരിക്കാട്ടോ. ഞങ്ങൾ ഈ ലോഞ്ച് ഏരിയയിൽ വെയിറ്റ് ചെയ്യുവാട്ടോ. അമ്മൂൻ ചേട്ടന് ഇപ്പൊ തന്നെ വരും. അനന്തൂന്റെ ആരുടെയോ വണ്ടി സർവീസ് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട്, അത് മേടിക്കാൻ പറഞ്ഞിട്ടാട്ടോ ഏൽപ്പിച്ചേക്കണം. അപ്പൊ വരട്ടെ, എനിക്ക് എക്സൈറ്റ്മെന്റ് ആയി ദൈവമേ. പൊളി പൊളി പൊളി. അഭി നോക്കി അനന്ത് എന്താകുന്നു. വരാനായിട്ടുണ്ട്. മതിലിനൊക്കെ പിടിച്ചായിരിക്കും. ശരിയാട്ടോ, ഭയങ്കര ഒരു സ്വപ്നാണ്. പറയാൻ വാക്കുകളില്ല കേട്ടോ. ഞാൻ ശരിക്കും അവളൊക്കെ അത് ഹാപ്പി ആവുന്നു ഇല്ല, അവളെ ഹാപ്പി. എന്നാലും ഞാൻ ഭയങ്കര ഹാപ്പി ആയിരിക്കും കേട്ടോ. ആളെ നോട്ടൊക്കെ നോക്കിയ വണ്ടിയിലേക്ക് കണ്ടോ നോക്കണം. കൊടുത്ത് ചേട്ടൻ കൊടുത്ത് ചെന്നു. ഞാൻ പറഞ്ഞില്ല കരയോന്ന്. എനിക്കല്ലേ എടാ, എനിക്ക് ആ എൻട്രി ഇഷ്ടപ്പെട്ടിട്ട് ഹെൽമെറ്റ് വെച്ച് 2 ചാക്കും കണ്ടേ അന്നവാ 2 വാക്ക് എന്ത് കേക്കണില്ല അങ്ങോട്ട്. കൊറേ നാളായിട്ട് വീട്ടില് പറയണ്ടിരുന്നു വണ്ടി മേടിച്ചോ. അച്ചോ
അച്ഛടാ 6 വർഷം എന്തിന് വീട്ടിൽ പറയണതാ? സമാധാനം വേണെന്തേ കിട്ടിയില്ലേ? കിട്ടിയില്ലേ? കാണണ്ടേ? കാണണ്ടേ വണ്ടി? വാ. അങ്ങനെ നമ്മൾ പൊളി സർപ്രൈസ് കൊടുത്തട്ടാ. വണ്ടി കാണണ്ടേ? ഓക്കെ, വണ്ടി കാണട്ടെ ഞങ്ങള്. ഈ മറ നീക്കി അമ്മൂന്റെ വണ്ടി പുറത്ത് വരുമല്ലേ? കാണാൻ എക്സൈറ്റഡ് ആയാ? ഏത് വണ്ടിയാന്ന് കാണാൻ എക്സൈറ്റഡ് ആയാ? അറിയാമോ? ചേട്ടന് ഹിഞ്ച് കൊടുക്കണ്ടേട്ടാ കൊറേ നാളായിട്ട്. ഇതാട്ടോ അമ്മൂന്റെ വണ്ടി. എന്നാലും അവളെ എടുക്കട്ടെ, ഓപ്പൺ ചെയ്യട്ടെ. അമ്മു ഇടത് കാല് നീക്കി കേറി. കൊള്ളാട്ടോ, നിനക്ക് ഇരുന്നിട്ട് നല്ല ഭംഗിയുണ്ട്. ഇഷ്ടപ്പെട്ട കളറാണോ? ഇഷ്ടപ്പെട്ട സീറ്റ് കളറാണോ? എനിക്ക് ഭയങ്കര സന്തോഷോട്ടോ ഇങ്ങനെ കാണാൻ നേരത്തെ. എത്ര നാളത്തെ ആഗ്രഹാന്നറിയോ? ഈ സുസുക്കിയുടെ ഫ്രണ്ടിൽ കൂടി പോകുമ്പോ ആ കളർ എനിക്ക് വേണ്ട, ആ വണ്ടി എനിക്ക് വേണ്ട. ഓരോ പ്രാവശ്യം ഞങ്ങൾക്ക് ഹിന്റ് ഇട്ട് തരും അല്ലേ? നോക്കിയാ പോണം. അത്ര ആഗ്രഹമായിരുന്നു ഈ വണ്ടി എടുക്കണം എന്നുള്ളത്. അത് സർവീസിന് കൊടുത്ത വണ്ടി ഈ കളറാ ചേട്ടാ എനിക്ക് വേണ്ടേന്ന്. ഏതാണ്ട് വലിയ വണ്ടിയാ? ഇതൊക്കെ പാകത്തിനുള്ള വണ്ടിയുണ്ട്. പക്ഷെ കൊള്ളാം, ഒരു ഉമ്മൊക്കെ ഉണ്ട്. ഇഷ്ടപ്പെട്ടോ? ചേട്ടനും കൊടുക്കണം, അളിയനും, എല്ലാവർക്കും. അമ്മു കരഞ്ഞു കഴിഞ്ഞിട്ടില്ലാട്ടാ. എന്തിനു സങ്കടം വന്നെ? അച്ചടാ, എന്താടി പറഞ്ഞ? നീ ആരോട് പറയൂന്ന്? വണ്ടി മേടിക്കാൻ കൃഷ്ണനോട്? ഞാൻ പണ്ട് വീട്ടിൽ പറയുമ്പോ അമ്മ പറയും വണ്ടി മേടിച്ചാൽ പൈസ ഇല്ല, കൃഷ്ണനോട് പോയി പറയാൻ പറയും. എല്ലാ ദിവസവും കൃഷ്ണന്റെ അടുത്ത് പോകും വണ്ടി മേടിച്ചു തരുമെന്ന് ചോദിക്കും. കിട്ടിയില്ലേ? കിട്ടി, അത് മതി. ഹാപ്പിയായി. സക്സസ്ഫുൾ ആയിട്ട് നടന്നു. അമ്മൂനെ കരയിപ്പിക്കൂന്ന് പറഞ്ഞു. നമ്മളത് ചെയ്യുകയും ചെയ്തല്ലേ? കൊള്ളായിരുന്നല്ലേ? എനിക്ക് സന്തോഷം. നമുക്ക് എനിക്ക് സങ്കടം വന്നു. സ്റ്റാർ ഓഫ് ദ ഡേ ആണ് ഇരിക്കണത്. പക്ഷെ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. എനിക്ക് എത്രയും പെട്ടെന്ന് അക്ഷയത്തിനായിരുന്നു. അപ്പൊ ആദ്യമായിട്ട് ആ മഴ പിന്നെ വെള്ളം പോവാന്നും പറഞ്ഞ് തന്നെയായിരുന്നു. അപ്പോഴാണ് എന്ത് ചേട്ടൻ വിളിച്ചിട്ട് അളിയ എന്റെ ആരുടെയോ ബൈക്ക് സർവീസ്. അപ്പൊ അളിയൻ ഒരു 10 പ്രാക്ക്. അളിയന് പറയാൻ കണ്ട നേരം വിചാരിച്ചില്ല ചേട്ടൻ. അപ്പൊ ഞാൻ വരല്ലോ അളിയ. അപ്പൊ എവിടെ ചേട്ടാ? കുണ്ടന്റെ ഒരു പാലത്തിന്റെ അടിയിലോ. ഇടയ്ക്കിടയ്ക്ക് വിളിക്കുന്നുണ്ടായിരുന്നു. എവിടെ എത്തി പറയാം. ബലൂണൊക്കെ സെറ്റ് ആക്കണ്ട്. അപ്പൊ അങ്ങനെ എടുത്തിട്ട് പറഞ്ഞ് പൈസ കൊടുക്കണോ? ആ ശരി, എത്ര രൂപ കൊടുക്കണോ? ചോദിക്കണ്ടേ. അത് കഴിഞ്ഞ് എനിക്കറിയില്ല സ്ഥലം എവിടെ. നേരെ പോയി. അപ്പൊ ഞാൻ അമിത ചേച്ചിയുടെ അടുത്തടിക്കുന്നു. അപ്പൊ അമിത ചേച്ചിനെ വിളിച്ച് എന്തെങ്കിലും ഡ്രസ് കൊടുത്തിട്ട് വരാനുള്ളത്. അപ്പഴേ ഇങ്ങോട്ടേക്ക് തിരിച്ചു. അപ്പൊ ഇങ്ങോട്ട് കൂടെ. അപ്പൊ പിന്നെ അവിടെ ഒരു സർവീസ് അവിടെ അങ്ങോട്ട് പോണായിരിക്കും. സർവീസിന് കൊടുത്തേക്കണല്ലേ. അത് കഴിഞ്ഞതാ ഇവിടെ വന്നു. ഇവിടെ വന്നപ്പോ ഞാൻ പറഞ്ഞു ചേട്ടാ ഇവിടെ മറ്റേ വണ്ടി ഉണ്ട് ചേട്ടാ, ഒന്ന് ചോദിക്കോ എത്ര രൂപയെന്ന്. എത്ര രൂപയാണെങ്കിലും നമുക്ക് EMI അടച്ചോളാം. സർപ്രൈസ് ശരിക്കും സർപ്രൈസ് അച്ചോടാ. ബാക്കി ഫോർമാലിറ്റീസും കാര്യങ്ങളൊക്കെ സെറ്റിൽ ചെയ്തോണ്ടിരിക്കണ കേട്ടാ. അമ്മൂന്റെ എൻട്രി ആയിരുന്നു കേട്ടാ പൊളി. ഹെൽമെറ്റും വെച്ച് 2 കവർ 2 കയ്യില്. ശരിക്കും അച്ചാറായി. അമ്മ അച്ചാറുണ്ടാക്കട്ടെ തടിപൊളിയായിട്ട്. അച്ചാറും കുപ്പി അങ്ങനെ നിൽക്കണേ. കാരണം പറഞ്ഞിട്ടില്ല അമ്മൂന് വണ്ടി എടുക്കാൻ വന്നില്ലല്ലോ. എനിക്ക് അമ്മ ടിപ് ടോപ്പ് ഒക്കെ വെച്ച് സൺഗ്ലാസ് ഒക്കെ വെച്ച് വന്നേരേ. പക്ഷെ നല്ല രസമുണ്ട്. ഞാൻ അതിന് വീഡിയോ കോൾ വിളിച്ചു വിളിന്ന്. ഞാൻ വീഡിയോ കോൾ വിളിച്ചു വിളി നല്ല ഡ്രസ്സാണ് ഇട്ടേക്കണെന്ന് ഉറപ്പ് വരുത്തി. അല്ലെങ്കിൽ പ്ലാൻ മാറ്റണം. വല്ല ഫോറം മോളിൽ പോണെന്നൊക്കെ പറഞ്ഞ് മാറ്റാനാണ് ഞാൻ വീഡിയോ കോൾ വിളിച്ചതില്ല. അപ്പൊ ചേട്ടാ ഇന്ന് ഷാജി ചേച്ചി വീഡിയോ
നിങ്ങൾ വീഡിയോ കോളൊക്കെ ചെയ്യോ? വീഡിയോ കോൾ നോക്കി കൺഫേം ചെയ്തതിന്റെ ഡ്രസ് ഒക്കെ ആണെന്ന് അമ്മ പറയും ചേച്ചി ഒരു നല്ല ഡ്രസ്സിലൊന്ന് വരാൻ പറയാറുന്നില്ലേന്ന്. നല്ലായിരുന്നു. അതുകൊണ്ട് എന്നാ പോരേട്ടാ പോര് ഇങ്ങോട്ട് തന്നെ പോരെന്ന് പറഞ്ഞു. ഈ ചേട്ടന്മാര് നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്തോട്ടോ സർപ്രൈസ് സെറ്റ് ചെയ്യാൻ വേണ്ടി. ഞാൻ പറഞ്ഞപ്പോ തന്നെ ബലൂണൊക്കെ ഓടിക്കാൻ പോണ ആവേശമൊക്കെ കാണുന്നവരുത്. ബലൂൺ വീർപ്പിക്കാൻ പോണേന്റെ താങ്ക് യു. ഓരോ സംഭവങ്ങൾ അമ്മ പഠിച്ചോണ്ടിരിക്കണേട്ടാ വണ്ടിയുടെ. അമ്മോ എന്ത് ചെയ്യണതിന് മുന്നേ നന്നായിട്ട് പുഷ് ചെയ്യണം, മനസ്സിലായ? പുഷ് ചെയ്തിട്ട് ഇങ്ങോട്ട് തിരിച്ചാ സീറ്റ്, പുഷ് ചെയ്തിട്ട് അങ്ങോട്ട് തിരിച്ചാ പെട്രോള്. ആ പുഷ് ചെയ്യാൻ പഠിക്കണം. കൊള്ളാട്ടോ, നല്ല ക്ലാസ് ലുക്ക് ഉണ്ട്. കമോൺ അമ്മു. ഇരുന്നിട്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ അമ്മു. കൊള്ളാം, നല്ല സൗണ്ട് കാണാൻ. റോട്ടിൽ കൂടി പോകുമ്പോഴാ ഭയങ്കര ഇഷ്ടമാണ് ഈ വണ്ടി കളർ. മിന്റ് ഗ്രീൻ. അതെ. എന്താണെന്ത് അന്നന്റെ പൊന്നി ചാരൂട്ടി, ചാരുന്റെ പൊന്നി അനന്തൂട്ടി. ഞാൻ ക്യാമറ എടുത്തു വന്നപ്പോ ഇല്ലേ ഡീസന്റ് ഇടയ്ക്ക് ഇരിക്കുന്നു ചാരിട്ടൊക്കെ. ചെറിയ മഴ പെയ്യുന്നുണ്ട് കേട്ടോ. അമ്മു ആണെങ്കി പുറകിൽ വരണുണ്ട് കേട്ടോ. പുറകില്ല, ചിലപ്പോ വീട്ടിലിപ്പോ എത്തിയിട്ടുണ്ടാവും. ഞങ്ങള് പെട്രോൾ അടിക്കാൻ വേണ്ടി കയറിയായിരുന്നേ. അപ്പൊ അതേ പോയിക്കൊണ്ടിരിക്കുക വീട്ടിലേക്ക്. അമ്മേനെ എല്ലാരും ഇനി വണ്ടി കാണിച്ചു കൊടുക്കണം. ബൈ ഷുട്ടുപ്പി. ബൈ. മിസ് യു. അനന്ത് പോവാട്ടോ. അനന്തു കുറച്ച് എഡിറ്റിംഗ് പരിപാടികളൊക്കെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് അനന്ത് പോവാ. എന്റെ കയ്യിലിരിക്കുന്നില്ലേ അച്ചാറാട്ടോ. അമ്മുന്റെ അമ്മ ചെയ്ത് വിട്ട അച്ചാറ്. നല്ല മണോട്ടോ അച്ചാറിന്. ഹാ ഭയങ്കര ടേസ്റ്റ് അമ്മുന്റെ അമ്മ അച്ചാർ ഉണ്ടാക്കണം. അപ്പൊ ദേ അങ്ങോട്ട് പോട്ടെ വീട്ടിലോട്ട്. വണ്ടി കണ്ടാമേ? ഇഷ്ടപ്പെട്ടാ? ഓടിച്ചോണ്ട് വന്ന ആരാ? ആണോ എടി? എന്താണ് അവസ്ഥ? അയ്യോ കരച്ചിലും ബഹളവും കഴിഞ്ഞിട്ടിരിക്കണേ. ആ ഭാഗ്യം, അല്ലെങ്കിൽ പൊളിഞ്ഞാല് ഞങ്ങളുടെ സർപ്രൈസ് ഒക്കെ. മനസ്സിലായില്ല കേട്ടോ. എന്താ പറഞ്ഞില്ലേ ഇനി വണ്ടി മേടിക്കുമ്പോ നീ എന്ത് ചെലവായിരിക്കും നീ ചെയ്യണേന്ന്. അയ്യോ ഭാഗ്യം. വണ്ടി ഏതാന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ ശരമോക്ക് വണ്ടി മേടിക്കണ ആരോ പറഞ്ഞത്. വെല്ലി എങ്ങനെയുണ്ട് വണ്ടി? ഇഷ്ടപ്പെട്ടാ? നല്ല ഇഷ്ടപ്പെട്ടാ? ആ ശരിയാണല്ല. വെല്ലി ഞാനും ചേട്ടനും കൂടി ആട്ടാ പോയി ബുക്ക് ചെയ്തത്. മറന്നു പോയത്. അതിന്റെ ക്ലിപ്സ് എടുത്ത് വെച്ചിട്ടുണ്ട്, ഞാൻ കാണിച്ചു തരാട്ടോ നിനക്ക്. പേടിപ്പിച്ചോണ്ടാ ഞാൻ പറയാൻ, അല്ലെങ്കിൽ എന്റെ മനസ്സിലൊക്കെ ഇരിക്കുവോ? ആ അതാണ്. ആ അതെ അതെ അതെ. അങ്ങനെ വണ്ടി കൊണ്ടുവന്ന് കാർ പോർച്ച് വെച്ചിട്ടുണ്ട്. അമ്മൂന്റെ പുതിയ വണ്ടി. ഇറക്കണാടി അവിടെ നിന്നിട്ട് വായി നോക്കണം നിന്റെ വണ്ടിയില്. നീ ബസ്സിലേക്ക് ഇരിക്കുമ്പോ വല്ലവന്റെയും വണ്ടി ഇങ്ങനെ ആക്സസ് അല്ലേ? അറിയാം, ഇവിടെ എല്ലാരും പറയാറുണ്ട് നീ ആക്സസ് ചൂണ്ടിക്കാണിക്കല നിന്റെ പണിന്ന്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാനിങ്ങനെ നോക്കാം. അപ്പൊ നീ എന്റെ സ്വന്തം വണ്ടി നോക്കിക്കൊണ്ടിരുന്നോടാ കുറച്ചു നേരം. അപ്പൊ ഞങ്ങളിതേ എല്ലാരും കൂടി കുറച്ച് ഫുഡ് കഴിക്കാൻ വേണ്ടി പുറത്തേക്ക് പോവാന്ന് വിചാരിക്കാം അല്ലെ? ചുമ്മാ ഒന്ന് പുറത്തേക്ക് പോട്ടെ, ഇറങ്ങട്ടെ. അഭി സെറ്റ് ചേടാ. നീ പറഞ്ഞു ഞാനും പറയട്ടെ കാര്യം എന്തായാലും കരയൂന്ന് പറഞ്ഞു. കരഞ്ഞമ്മേ? അതെ കരഞ്ഞ് കണ്ണൊക്കെ പോയി. എന്റെ കണ്ണം തന്നതാ, ഞാനേ കണ്ടുള്ളൂ. ഞാൻ ഒരു വർഷം മുമ്പ് പറഞ്ഞത് എനിക്ക് വണ്ടി മേടിച്ചാലാണ്. അപ്പൊ ഇതുവരെ വണ്ടി മേടിച്ചിരുന്നില്ല. അപ്പൊ ഞാൻ ഇങ്ങനെ പുറകെ എനിക്ക് ഉളുപ്പുണ്ടോ? എനിക്ക് വണ്ടി മേടിച്ചിട്ടുണ്ടോ? പക്ഷെ ഞാൻ ഓർത്ത്, പക്ഷെ ഞാൻ കരയൂന്ന് എനിക്ക് അറിയായിരുന്നു. പക്ഷെ ഡൗട്ടായിരുന്നു കേട്ടാ. കാരണം കരയൂ എന്തായിരിക്കും റിയാക്ഷൻ. പക്ഷെ അതെ അങ്ങനെയൊന്നും കരയാത്തവളാണ് ഇവൾ. നാണമില്ലാത്തവളാണ് എന്റെ അമ്മ. ഉളുപ്പില്ലാത്തവളാണ് എന്റെ അമ്മ. അപ്പൊ അല്ലേ നീ എന്താ പറയാൻ വന്ന? ഇത്രയും കിട്ടും. അതെ അതെ. അപ്പൊ ഞങ്ങള് അടിപൊളി ദിവസമായിരുന്നു. അമ്മനെ കരയിപ്പിച്ചു, ഞങ്ങൾക്ക് സന്തോഷം. അപ്പൊ നെക്സ്റ്റ് വീഡിയോ കാണാം അല്ലേ? ഞങ്ങള് കുറച്ചൊന്ന് ആഘോഷിക്കട്ടെ.
സോ ഗൈസ് ബൈ.